പുതിയൊരു ഐഫോൺ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ. ഈ ഒരു ഉത്സവങ്ങൾ എല്ലാ വർഷവും നടക്കും. അതുപോലെ തന്നെയാണ് ആപ്പിളിൻ്റെ ഈവൻ്റ് എല്ലാ വർഷവും നടക്കും, പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട്. വാഗ്ദാനങ്ങളെല്ലാം കൂടെ കേട്ടിട്ട് നമ്മൾ നമ്മുടെ പോക്കറ്റിലെ പൈസ എല്ലാം കൊണ്ടു കൊടുത്ത് ഈ ഒരു സാധനം മേടിച്ച് വെച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വിഷമിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ളത്. കാരണം കുറേ ഗ്രീൻ ലൈൻ ഇഷ്യൂസ്, അതുപോലെ തന്നെ കുറേ ബഗ് ഇഷ്യൂസ്. പണ്ടത്തെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബഗ് ഇഷ്യൂ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പുതിയ iOS ഒക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബഗ് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, പുതിയ ഓറഞ്ച് കളർ. അതാണ് പുതിയ ആപ്പിളിൻ്റെ ആ ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ. അതേ സെയിം ഓറഞ്ച് കളറും കൊണ്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതൊരു ഓറഞ്ച് കളർ, അതായത് ഇപ്പം പ്രോ സീരീസിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫ്ലൂറസെൻ്റ് കളറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അന്തമാതിരി ഫ്ലൂറസെൻ്റ് കളർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഇറച്ചി നിൽക്കും. ഒരു 2 വർഷം കഴിഞ്ഞാലും ഇന്ന സാധനമാണിത്, ഇതിന് മുമ്പോട്ടുള്ള സാധനമല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് വന്നത് ഈ കൈ നീട്ടി ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന iPhone 17 Pro. എന്നാൽ ആപ്പിളിൻ്റെ ആ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും വലിച്ചു കീറി നമ്മളിവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിൻ്റെ മാക്സിമം ക്യാമറ ഔട്ട്പുട്ട്, അതായത് മാക്സിമം ക്യാമറ പെർഫോമൻസ് എത്രയാണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പണി. ബാക്കിയെല്ലാം സൈഡിൽ കൂടെ കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ഈ ഒരു ബ്രാൻഡ്സ്, അതായത് ബാക്കിയുള്ള ബ്രാൻഡ്സ്, ഈ ഓപ്പോ, വിവോ ഒക്കെ ഈ ഒരു ഹേസൽ ബ്ലേഡും അതുപോലെ തന്നെ സൈസിൻ്റെയൊക്കെ ടീമുമായിട്ട് കൊളാബ് ചെയ്യുമ്പോഴും ആപ്പിളിൽ വലിയൊരു മെച്ചമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ പ്രൈമറി സെൻസർ മാറ്റിയിട്ടില്ല. ആ ഒരു 16 പ്രോയിലിരിക്കുന്ന സെയിം സാധനം തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. താങ്ക്സ് ടു ആപ്പിൾ അത് മാറ്റിക്കൊണ്ട് വന്നതിന്. എന്നാൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ ഒരു 1x ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ആ ഒരു സെയിം സാധനമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ബെറ്റർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൽ കൂടെ കാണാനായിട്ടുള്ള ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ കൂടുന്നുണ്ട്. ദ എക്സാക്ട് 16 പ്രോയിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് നമുക്ക് പ്രൈമറി സെൻസറിൽ കൂടെ നമുക്ക് ഫോട്ടോ എടുത്താൽ കിട്ടുന്നത്. 16 പ്രോയിൻ്റെ സെയിം ഫുട്ടേജ് തന്നെയാണ് നമുക്ക് 17 പ്രോയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ആ ഒരു സ്റ്റെബിലൈസേഷൻ ഇവന്മാർ എങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അൾട്രാ വൈഡ് എടുത്ത് നോക്കിയാലും നമ്മൾ മൂവ്മെൻറ്റിൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗിംബൽ യൂസ് ചെയ്യും പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടാനായിട്ട് ആപ്പിൾ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്, താങ്ക്സ് ടു ആപ്പിൾ. എന്നാൽ ഇപ്പോൾ ഓപ്പോയും വിവോയും അങ്ങനത്തെ ബ്രാൻഡ്സ് എല്ലാവരും അവരുടെ ടെലിഫോട്ടോയെ പറ്റി പൊക്കി അടിക്കുന്ന സമയത്ത് നമ്മുടെ ആപ്പിൾ, നമ്മുടെ അല്ല നിങ്ങളുടെ, അതിൻ്റെ പൊന്നെ എന്നെ ഒന്നും പറയില്ലേ, നിങ്ങളുടെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ 3x ക്യാമറയിൽ നിന്ന് നേരെ 5xലോട്ടാണ് പോയത്. അതായത് നമ്മുടെ 13 Pro Max 14 Pro Maxൽ നിന്നും നേരെ 15 Pro Max പോയപ്പോൾ 5xലോട്ട് പോയി. 15 പ്രോയിൽ നമുക്ക് 3x ഉള്ളൂ, ആ ഒരു 5xലോട്ട് പോയി. പേഴ്സണലി എനിക്കതൊരു ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമില്ല. ആ ഒരു 5x ക്യാമറ എന്ന് പറഞ്ഞാൽ 100mm പ്ലസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമുക്കൊരു ടെലിഫോട്ടോ പോർട്രേറ്റ്സ് ഒരു 85 to 100mm ഒക്കെ ബെറ്റർ സാധനം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കേണ്ട ഒരു ഡെയിലി ലൈഫിൽ ആ ഒരു 5x പോർട്രേറ്റ് ഒന്നും അത്ര സുഖമായിട്ടുള്ള കാര്യമില്ലായിരുന്നു. എന്നാൽ ആപ്പിൾ അതിനെ ഡീഗ്രേഡ് ചെയ്ത് ഒരു 4xലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എ ബെറ്റർ 48 മെഗാ വിത്ത് എ കിടിലം സെൻസറുമായിട്ട്. പേഴ്സണലി പൊളി സാധനം. അതുപോലെ തന്നെ നമുക്കതിനെ 8xലോട്ട് ഡിജിറ്റലി തന്നെ നമുക്ക് 8xലോട്ടാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ഡിജിറ്റലിയാണ് ഇത്, ഡിജിറ്റലി സൂം ചെയ്ത് പോണ സാധനമാണ് എന്ന് പറയുന്ന ആൾക്കാർ ഇത് യൂസ് ചെയ്യുമ്പോഴേ മനസ്സിലാവും അതിൻ്റെ ആ ഒരു സ്മൂത്ത് എത്രത്തോളം ആണെന്നുള്ളത്. ആൻഡ് ഇതിലിപ്പം കൊടുത്തിരിക്കുന്ന ആ ഒരു 4x എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇറ്റ്സ് എൻ 100mm. അതിൽ നിന്ന് നമുക്ക് 200mm 8xലോട്ട് നമുക്ക് പോകാൻ പറ്റും. ആ ഒരു 100mm ആൻഡ് 200mm ഈസ്
സച്ച് എ നൈസ് സാധനം ഗൈസ്. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷേ iPhone 17 Proൻ്റെ എക്സ്ട്രീം സാധനം അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ അലുമിനിയം ഫ്രെയിമിലൂടെ എത്രത്തോളം ഹീറ്റ് പുറത്ത് വരും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഔട്ട് എടുക്കാനായിട്ട് ProRes ലോഗിൽ തന്നെ ഷൂട്ട് ചെയ്യണം. ProRes ലോഗിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രേഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ നടക്കും. അപ്പോൾ ഈ ഗ്രേഡിംഗ് എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്ത, അതൊരു ഡാവിൻചി റിസോൾവും അതുപോലെ തന്നെ പ്രീമിയർ പ്രോയൊക്കെ എടുത്തിട്ടിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ബ്ലാക്ക് മാജിക് ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് ഇപ്പം ലട്ട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ലോഗിൽ ഷൂട്ട് ചെയ്യണ സാധനം ഇതിനകത്ത് കയറ്റി ലട്ട് ആഡ് ചെയ്യും. ഇതിനകത്ത് കൂടെ തന്നെ നമുക്ക് ISO അഡ്ജസ്റ്റ് ചെയ്ത്, വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത്, ഷട്ടർ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടിലുമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നോർമൽ ക്യാമറ ആപ്പിനകത്ത് ഈ പരിപാടിയൊന്നും നടക്കില്ല. റോയിൽ പറ്റൂല, അതുപോലെ തന്നെ ലോഗിലാണെങ്കിലും ഈ പരിപാടിയൊന്നും പറ്റില്ല. പക്ഷേ ബ്ലാക്ക് മാജിക് ക്യാമറ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവലിലോട്ട് നിങ്ങൾക്ക് ഈ ഐഫോണിനെ കൊണ്ടുപോകാൻ പറ്റും. ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഈസിയിലിട്ട് ഗ്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇതിനകത്ത് കയറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും സ്ലോ മോഷൻ. 1080p 120 പറ്റത്തില്ല ഇപ്പോഴും. 4K 120 FPS പറ്റത്തുള്ളൂ.
റെക്കോർഡ് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറ 4K 30fps ബാക്ക് ക്യാമറ 4K 30fps ആണ്. ഇതാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി ഇത് തന്നെയാണ്. 1x ആക്കുന്ന സമയത്ത് ബാക്ക് ക്യാമറ 1x പോകും, ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. അൾട്രാ വൈഡ് വയ്ക്കുകയാണെന്ന് നമുക്ക് കൈ നീട്ടി വെച്ചാലും ഫ്രണ്ടിലെ ആ ഒരു ഒബ്ജക്റ്റ് ഒക്കെ നിൽക്കുന്നത് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളെ റെക്കോർഡ് ചെയ്യാം. അതായത് ഡുവൽ മോഡ് ഉണ്ടല്ലോ, ആ ഒരു ഡുവൽ മോഡിൻ്റെ ക്വാളിറ്റിയാണ്. 1x 2x അതുപോലെ തന്നെ 4x പോകുമ്പോൾ കറക്റ്റ് ടെലിഫോട്ടോ പോകുന്നുണ്ട്, ദെൻ 8x പോകുന്നുണ്ട്, അൾട്രാ വൈഡിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ഡുവൽ മോഡ് എന്ന് പറഞ്ഞാൽ. മൂക്ക് വെച്ചാൽ റെക്കോർഡ് ചെയ്യാം. ഐഫോണുകളെ പോലെ തന്നെ നമ്മൾ ഫേസിൽ താക്കുമ്പോൾ നമുക്ക് ഫേസിൽ കിട്ടുകയും ബാക്ക്ഗ്രൗണ്ടിൽ താക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ട ബ്ലൂ വൈറ്റ് ആവണ കണ്ട. ഫേസിൽ താക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഇതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ആവും. കണ്ട 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 അടിപൊളി ഫീച്ചറല്ല, അത് തെറ്റാണ്. അതൊക്കെ മാറേണ്ട സമയമായി. സത്യം മര്യാദ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഫേസിൽ താക്കുമ്പോൾ വൈറ്റ് അങ്ങനെയല്ല, ഫേസിൽ താക്കുമ്പോൾ ബ്ലൂ തന്നെ കിട്ടണം. കണ്ട 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 എന്തോടെ ഐഫോണായത്, ആ ബ്ലൂ കിട്ടണം, മനസ്സിലായ? ആ ബ്ലൂ കിട്ടണം. നമ്മളിപ്പം ഫേസിൽ താത്താലും ബാക്ക്ഗ്രൗണ്ടിൽ പക്ക ബ്ലൂ തന്നെ കിട്ടണം. കണ്ട ഇപ്പം ബാക്ക്ഗ്രൗണ്ടിലാണ് കിടക്കുന്നത്, അപ്പോൾ ഫേസിൽ നമുക്ക് കുറച്ച് ഡള്ള് വരും. പക്ഷെ ഫേസിൽ പക്ക കിട്ടുമ്പം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആവും. എന്തേടാ ഇത്, കാശ്മീരാ മഞ്ഞ ബാക്കിൽ 3. അൾട്രാ വൈഡിൻ്റെ സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യണതാണ്. രാവിലെ 100% കൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം എത്രയായി കുട്ടാ? സമയം എത്രയാണ് നോക്കിയാൽ 7:57 ആയിട്ടുണ്ട്. 1%, 3% ആയിട്ട് ഏകദേശം അരമണിക്കൂറോളമായി. വലിയ യൂസ് ഒന്നും എടുത്തില്ല, കുറച്ച് പോർട്രേറ്റ്സ് എടുത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോർട്രേറ്റ്സ് എടുത്തു. എന്നിട്ടും 1% ആശ എന്താ ചില്ലിനെ നിൽക്കുകയാണ്. സീരിയസ്ലി ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ടുള്ള 14 Pro Maxനെ കാട്ടിലും കൂടുതൽ നേരം എനിക്കിത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു എക്സ്ട്രീം സാധനം, അതായത് ഫുൾ 4K 60 നമ്മൾ കൂടുതൽ റെക്കോർഡ് ചെയ്ത് കുറേ പോർട്രേറ്റ്സ് ഒക്കെ എടുത്തിട്ടൊക്കെ ഇപ്പോഴും ഈ ഒരു സാധനം 1% ചാർജിൽ ഇപ്പോഴും 7:58 നിൽക്കുകയാണ്. കിട്ടില്ല കേട്ടോ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഇത്തവണ ആപ്പിൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം സോൾവ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ
ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്കിനി ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ സെൽഫി ക്യാമറയിലൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ക്യാമറ സെൻസർ വലുതായിട്ടുണ്ട്, സ്ക്വയർ സെൻസർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉപയോഗം കൊണ്ടിട്ടാണ് നമുക്ക് ചരിച്ച് പിടിക്കാതെ നൂത്ത് വെച്ച് ചരിച്ചുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അതായത് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടി 16:9 വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ഇനി ചരിച്ച് വെച്ച് റെക്കോർഡ് ചെയ്യേണ്ട. നമ്മൾ ചരിച്ച് വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയോ നോക്കി സംസാരിക്കും പോലെയാണ് തോന്നുന്നത്. നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ മുഖം കണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നേരെ വെച്ചിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഫേസ് നോക്കി തന്നെ സംസാരിക്കാം. നമ്മൾ ക്യാമറയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പോർട്രേറ്റിലും നോർമലിലും സെൽഫിയിലൊക്കെ വിവിഡ് എടുത്ത് കളഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഇനി വിവിഡ് വേണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക, ക്യാമറയ്ക്കകത്ത് പോകുക, അതിനകത്ത് ക്വാളിറ്റി നിങ്ങൾ മോസ്റ്റ് കോമ്പാക്റ്റബിൾ ആക്കുക, ഹൈ എഫിഷ്യൻസി മാറ്റി മോസ്റ്റ് കോമ്പാക്റ്റബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് കൊടുത്തത്, അതായത് ഫോട്ടോയെ എഡിറ്റ് കൊടുക്കുമ്പോൾ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വിവിഡ് നിങ്ങൾക്ക് ഇടാൻ പറ്റും. അതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസിനകത്ത് കയറി ഓരോരോ സ്റ്റൈൽസിൽ ഓരോരോ ഗ്രേഡിൽ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ചധികം ആൾക്കാർ കണ്ടിട്ടില്ലാത്ത രീതിക്കുള്ള ഷെയ്ഡ്സ് വെച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു വിവിഡ് എടുത്ത് കളഞ്ഞിട്ട് ഇതിൽ വന്നിട്ട്. വിവിഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടാലേ അറിയാം വിവിഡ് ആണെന്നുള്ളത്. പക്ഷേ ഈ സ്റ്റൈൽസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞില്ലാത്ത ആൾക്കാർക്ക് പോലും ഗ്രേഡ് ചെയ്യാൻ അറിഞ്ഞില്ലാത്ത ആൾക്കാർക്ക് പോലും നല്ല ഫോട്ടോസ് കിട്ടും. ഇതിൻ്റെ സിനിമാറ്റിക് 1x and 2x സൂം ഇൻ അപ് ടു 3x ഒക്കെ അത്യാവശ്യം നല്ലതാണ്. ഒരു 14 Pro Max അല്ലെങ്കിൽ ഒരു 13 Pro Max വെച്ചിട്ട് ഇതിലോട്ട് നോക്കുന്ന സമയത്ത് ആ ടെലിഫോട്ടോയിൽ കൂടെ നമുക്ക് ആ ഒരു റെക്കോർഡിംഗ് പരിപാടിയൊന്നും നടക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് ഒരു വിഷമം വരുന്നത്. ഇനി അടുത്ത അപ്ഡേഷനിലെങ്കിലും ആ ഒരു 4x ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 4xൽ നമുക്ക് സിനിമാറ്റിക് കിട്ടിയാൽ അത്രയും നല്ലതായേനെ എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ തന്നെ വരട്ടെ. ഇനി അടുത്ത പ്രാവശ്യം ഇവർ 4x എടുത്ത് കളഞ്ഞിട്ട് ഇനി ഡയറക്റ്റ് 8x ഒക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞോളൂ. അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ആപ്പിളൊക്കെ അതിനി ഒരു 10 കൊല്ലമെങ്കിലും കഴിഞ്ഞേ കൊണ്ടുവരത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 17 സീരീസ് ആണ്, നോർമൽ 17 സീരീസ് ആണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന സാധനം. കാരണം 120 Hz ഉണ്ട്, നമ്മുടെ ആ ഒരു പ്രൊമോഷൻ ഡിസ്പ്ലേ, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്താൽ അത്യാവശ്യം ഗെയിമുകൾ കിടക്കും, അത്യാവശ്യം വീഡിയോ എടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഈ ലോഗിലും റോയിലും ഒന്നും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ല. നോർമൽ 4K 60 FPS അല്ലെങ്കിൽ 1080p 60 FPS എടുക്കുന്നു, ക്യാപ് കട്ട് അല്ലെങ്കിൽ VN ഡൗൺലോഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, റീൽ അല്ലെങ്കിൽ ഷോർട്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് തള്ളുന്നു. ഇതാണ് നടക്കാൻ പോണ കാര്യം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോ ലെവലിലുള്ള യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് 17 സീരീസ് തന്നെ ആ ഒരു വില കൊടുത്ത് എടുക്കുന്നത്. അത്യാവശ്യം നല്ലതായിരിക്കും. വലിയൊരു എമൗണ്ട് നിങ്ങൾ മാറ്റാൻ വേണ്ട, നിങ്ങൾക്ക് എന്നാൽ ഒരു നല്ലൊരു സാധനം കിട്ടുകയും ചെയ്യും. ആ ഒരു ലെവലിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും. പ്രോ ലെവലിൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും പ്രോയിൻ്റെ ആവശ്യം തന്നെയുണ്ട്. ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഐഫോണൊക്കെ മുമ്പേ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരിക്കും, അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഇല്ലായിരിക്കും. എൻ്റെ ഒരു യൂസ് വെച്ചിട്ട് എന്നെക്കാൾ യൂസ് കുറഞ്ഞ ആൾക്കാരുടെ ആ ഒരു ചിന്താഗതി വെച്ചിട്ടും എന്തുകൊണ്ടും ഈ ഒരു 17 പ്രോയിലോട്ട് പോണേക്കാട്ട് 17ലോട്ട് പോണ തന്നെയാണ് ഒരു നോർമൽ ലെവലിൽ യൂസ് ചെയ്യുന്നവർക്ക് നല്ലത്. ബട്ട് ഐ എം സ്റ്റിൽ സ്റ്റക്ഡ് ഇൻ മൈ 14 Pro Max. നമുക്ക് 14 Pro Max എന്തുകൊണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. അതുവരേക്കും